ഒളിമ്പിക്സ് മാതൃകയിലുള്ള 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് തിരുവനന്തപുരത്ത് നാളെ കൊടിയുയരും. നാളെ മുതൽ ഒക്ടോബർ 28 വരെ 12 വേദികളിലായി വിവിധ കായിക മത്സരങ്ങൾ നടക്കും. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, വീണ്ടും ഒരു കായിക മേളയ്ക്ക് ഉണരുകയാണ്, അല്ലെങ്കിൽ അരങ്ങൊരുങ്ങുകയാണ്, പ്രത്യേകിച്ചും തലസ്ഥാന നഗരിയിൽ. വിവരങ്ങൾ. തീർച്ചയായും ഭവ്യ, ഒരു ദിവസം കഴിഞ്ഞാൽ തലസ്ഥാന നഗരി ഇത്തരത്തിലൊരു വലിയൊരു കായിക മാമാങ്കത്തിന് തുടക്കം കുറിക്കാൻ പോവുകയാണ്. നിലവിൽ നമ്മളിപ്പോൾ ഉള്ളത് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. ഇത്തരത്തിലുള്ള അവസാനഘട്ട ഈ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ വൈകുന്നേരം 4 മണിക്കാണ് ഈ ഒരു മുഖ്യമന്ത്രി ഈ ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നതോടുകൂടി ഈ കായികമേളയ്ക്ക് തുടക്കം കുറിക്കുന്നത്. മാത്രമല്ല, അതിനു മുൻപ് ഓരോ ജില്ലയിൽ നിന്നും 300ഓളം വിദ്യാർത്ഥികളെ, കായിക താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയൊരു മാർച്ച് പാസ് നടക്കും. അതിൽ ഈ ഒരു വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അടക്കം പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ദീപശിഖ ഏന്തുന്നത് കേരളത്തിന്റെ അഭിമാന താരമായ IM വിജയനാണ്. ഈ കായികമേളയ്ക്ക് 2 അംബാസിഡർമാരാണ് നിലവിൽ കേരള സർക്കാർ പ്രഖ്യാപിച്ചത്. അതായത് ഗുഡ്വിൽ അംബാസിഡറായിട്ട് കീർത്തി സുരേഷും, നടിയായിട്ടുള്ള കീർത്തി സുരേഷും, ഒപ്പം തന്നെ സ്പോർട്സ് കായിക താരമായ കേരളത്തിന്റെ അഭിമാനമായ സഞ്ജു സാംസണുമുണ്ട്. ഒപ്പം വിപുലമായ ഒരുക്കങ്ങൾ, അതായത് ശിക്ഷക് സദൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വളരെ വിപുലമായ സജ്ജീകരണങ്ങളാണ് നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ, നമ്മളിപ്പോൾ ഉള്ള സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇൻഡോർ ഐറ്റംസ്, അതായത് ജോഡോ, കളരിപ്പയറ്റ്, പിന്നെ ഫെൻസിംഗ്, അത്തരത്തിലുള്ള ഇൻഡോർ ഐറ്റങ്ങളുടെ ഒരു ഒരുക്കങ്ങളാണ്, അതിനുള്ള ഒരു സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. മഴ വലിയൊരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഇവിടെ ഗ്രൗണ്ടിൽ തന്നെയുള്ള ഒരുക്കിയിട്ടുള്ള രീതിയിലായിരുന്നു ആദ്യം പരിഗണിച്ചിരുന്നതെങ്കിൽ പിന്നീട് കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ ഇവിടെ മുഴുവൻ വെള്ളം കയറുകയും അത്തരത്തിലുള്ള ഒരു വലിയ പ്രതിസന്ധി രൂപപ്പെടുകയും ചെയ്തപ്പോൾ പ്ലാറ്റ്ഫോം ഉയർത്തി അതിന്റെ മുകളിൽ മത്സരങ്ങൾ നടത്തുക എന്ന തരത്തിലുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ജോലികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് വളരെ വേഗത്തിൽ തന്നെ ഈ പണികൾ പൂർത്തീകരിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. പുത്തരിക്കണ്ടം മൈതാനത്തിലാണ് ഇത് ഭക്ഷണശാല ഒരുക്കിയിട്ടുള്ളത്. 2500ഓളം പേർക്ക് ഒരേ സമയത്ത് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരുക്കങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. നോൺ വെജ് മെനു ആണ് ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ 20,000-ലധികം കായിക താരങ്ങൾ, കേരളത്തിന്റെ ഓരോ ജില്ലകളിൽ നിന്നുള്ള 20,000-ലധികമുള്ള കായിക താരങ്ങൾ ഇവിടെ പങ്കെടുക്കും. ഒപ്പം ഈ ഗൾഫ് മേഖലയിൽ നിന്നുള്ള കുട്ടികളുണ്ട്. അത് ഇത്തവണത്തെ വലിയൊരു പ്രത്യേകതയാണ്. ഈ ഒരു 7 സ്കൂളുകളിൽ നിന്നും 35ഓളം കുട്ടികൾ ഗൾഫ് മേഖലയിൽ നിന്നും ഈ കായികമേളയ്ക്ക് പങ്കെടുക്കും. ഒപ്പം ഇത്തരത്തിലുള്ള മറ്റ് സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. നമ്മോടൊപ്പം ഇപ്പോൾ വെന്യൂ അഡ്മിനിസ്ട്രേറ്റർ ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നത്? ഏകദേശം 70% ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞ ദിവസം മഴ പെയ്താണ് ഇത്രയും ഒരു ബുദ്ധിമുട്ട് വന്നത്. ഇന്ന് തന്നെ ഇതെല്ലാം, ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇവിടെ എല്ലാം ക്ലിയർ ചെയ്ത് മത്സരങ്ങൾക്ക് ആവശ്യമായ മാറ്റ് സജ്ജീകരിച്ച് വൈകുന്നേരത്തോടുകൂടി ഒരു ഫൈനൽ സെറ്റപ്പ് ആവും. മറ്റെല്ലാ ഈ ഒരു മെനുകളെല്ലാം ഏകദേശം മെനുകളെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ നടക്കുന്നത് 13 ഗെയിമുകളാണ്. 13 ഗെയിമുകൾക്കുള്ള മാറ്റ് സൗകര്യവും മറ്റെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. മഴ വലിയൊരു പ്രതികൂല കാലം. അതെ, മഴയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ കുഴപ്പത്തിലാക്കിയത്. നമ്മൾ നിങ്ങൾ പുറത്തു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, വലിയ വാഹനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ വലിയ വാഹനങ്ങളൊക്കെ വരുമ്പോൾ, ഈ സാധനങ്ങൾ കൊണ്ടുവരുന്ന വാഹനങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ചെളി, അത് ഇന്ന് നമുക്ക് നല്ല വെയിൽ കിട്ടിയാൽ ഇന്നുകൊണ്ട് അത് ക്ലിയർ ആവും. വളരെ സാറ്റിസ്ഫൈഡ് ആണ് നമ്മൾ. ഓക്കെ, അത്തരത്തിലാണ് ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലെ എല്ലാവിധ ഒരുക്കങ്ങളും പരിപൂർണമായും കഴിയും, ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് കഴിയുമെന്നാണ് വെന്യൂയുടെ അഡ്മിനിസ്ട്രേറ്റർ അടക്കം നമ്മോട് പങ്കുവച്ചത്. ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഇന്ന് ഈ ഒരു സ്വർണ്ണക്കപ്പ്, അതായത് മുഖ്യമന്ത്രിയുടെ പേരിലുള്ള സ്വർണ്ണക്കപ്പാണ് ഇത്തവണ ഈ ഒരു ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന ജില്ലയ്ക്ക് നൽകുന്നത്. അത് ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിച്ച് ഈ സ്വർണ്ണക്കപ്പിന്റെ ഘോഷയാത്ര ഇന്ന് ഇവിടേക്ക് എത്തും, അതായത് പ്രധാന വേദിയിലേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ ഒരു 74 സ്കൂളുകളിൽ ഈ ഒരു താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ, അതായത് നഗരത്തോട് ചേർന്ന് നിൽക്കുന്ന വിവിധ ഭാഗങ്ങളിലുള്ള 74 സ്കൂളുകളിലാണ് കുട്ടികൾക്കുള്ള മികച്ച ഈ ഒരു താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. 142 ബസ്സുകൾ ഒരുക്കിയിട്ടുണ്ട്. അതായത് വിവിധ ഭാഗങ്ങൾ, ഈ ഒരു താമസ സൗകര്യം നൽകിയിട്ടുള്ള സ്കൂളുകളിൽ നിന്നും വിവിധ വേദികളിലേക്ക്, കായിക ഇനങ്ങൾ നടക്കുന്ന വേദികളിലേക്ക് എത്താനുള്ള ബസ്സുകളായി 142 ബസ്സുകൾ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു 16 സബ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ഒരു മുഴുവൻ ഒരുക്കങ്ങൾ, ഈ ശിക്ഷക് സദൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള 16 സബ് കമ്മിറ്റികളാണ് ഇപ്പോൾ ഈ ഒരു ഒരുക്കങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതും അത് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത്. നിലവിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി മുന്നോട്ട് പോകുന്നു. കാലാവസ്ഥ മാത്രമാണ് ഒരു പ്രതികൂല ഘടകമായി നിലനിൽക്കുന്നത്. അതുകൂടി ഇന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരു വെയിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെൻട്രൽ സ്റ്റേഡിയത്തിലെ ഒരുക്കങ്ങളടക്കം വളരെ പെട്ടെന്ന് ഈ ഒരു അവസാനിപ്പിക്കാൻ കഴിയും. തൊട്ടടുത്ത ദിവസം തന്നെ തലസ്ഥാന നഗരി ഇത്തരത്തിലുള്ളൊരു കായിക മാമാങ്കത്തിന് ഒരു തുടക്കം കുറിക്കുകയും ചെയ്യും. ഭവ്യ.
സംസ്ഥാനത്തിലെ കുട്ടി കായിക താരങ്ങളെ വരവേൽക്കാൻ അനന്തപുരി പൂർണ്ണമായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സാരംഗാണ് വിവരങ്ങൾ നൽകിയത്.